ഹായ് ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ്. ഇതാണ് കെയർ ഇൻ സേഫ്, അതായത് എൻ്റെ സമാധാനത്തിൻ്റെ രഹസ്യം. പൊതുവേ ഞാൻ പീരിയഡ്സൊക്കെ ആവുന്ന ടൈമിൽ നല്ല ദേഷ്യമാണ്, അതുപോലെ തന്നെ നല്ല വയറുവേദനയൊക്കെയാണ്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ എനിക്ക് നല്ലൊരു സുഖമാണ്. എന്താ വെച്ചാൽ ഇതിനൊരു കുളിർമയുണ്ട്, വെച്ച് കഴിയുമ്പോൾ ഒരു തരം ജെല്ലാണ്, നമ്മളുടെ ഉള്ളിലേക്ക് അടിക്കുന്ന ഒരു തണുപ്പുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് 3 കളറായിട്ടാണ്. ഒന്ന് വെള്ള, പിന്നൊന്ന് നീല, പിന്നൊന്ന് റോസ്. അപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ സംശയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ പറയാം അല്ലേ. ചില സ്ത്രീകൾക്ക് കെയർ ആൻഡ് സേഫ് പാഡ് വെക്കുമ്പോൾ ചെറിയ പുകച്ചിലുള്ളതായി പറയുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? 1% സ്ത്രീകൾക്ക് ശരീരത്തിൽ ആവശ്യമായ വെള്ളം കുടിക്കാത്തത് മൂലം, ആർത്തവസൂചിത്വം കുറവുള്ളത് കൊണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ഇൻഫെക്ഷനുള്ള സ്ത്രീകൾ 2 ദിവസം അലവര പാഡ് വയ്ക്കുമ്പോൾ ഇൻഫെക്ഷൻ കുറയുകയും പുകച്ചൽ മാറുകയും ചെയ്യുന്നു. ക്യാൻസറിലേക്ക് നയിക്കുന്ന അണുബാധ തടയുക എന്നുള്ളതല്ലേ നമ്മുടെ പ്രധാന ലക്ഷ്യം. കെയർ ആൻഡ് സേഫ് പാഡുകൾ എത്ര മണിക്കൂർ ഉപയോഗിക്കാം? 8 മുതൽ 12 മണിക്കൂർ. എന്നാൽ ഹെവി ഫ്ലോ ഉള്ളവർക്ക് അവരുടെ ആവശ്യാനുസരണം പാഡ് മാറ്റി വരാം. ആർത്തവ സമയത്ത് പുറന്തള്ളുന്ന രക്തത്തെ ജെല്ലാക്കി മാറ്റുവാൻ 10 മുതൽ 20 സെക്കൻഡ് സമയം ആവശ്യമാണ്. എന്നാൽ ചില സ്ത്രീകൾക്ക് ഹെവി ഫ്ലോ എന്നതിനാൽ പെട്ടെന്ന് തന്നെ രക്തം പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഇത്തരം സ്ത്രീകൾക്ക് 2-3 പാഡുകൾ കൂടുതലായി ഉപയോഗിക്കും. ഈ പാഡുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ഇതിലുള്ള സോഡിയം വേസ്റ്റ് ജെല്ലിൽ കുറച്ച് ഉപ്പിട്ടാൽ ഈ ജെൽ 3 മിനിറ്റിനകം വെള്ളമായി തീരും. ബാക്കിയുള്ളവ നന്നായി ഉണങ്ങിയതിനു ശേഷം നമ്മൾ എന്താ പൊതുവെ ചെയ്യാതെ കത്തിച്ച് കളയണം. അതുപോലെ കത്തിച്ച് കളയണം. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയാനായി ഞാൻ അമ്മയുടെ ഫയലൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ അതിലുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വായിക്കാനും ഒരുപാട് അറിയാൻ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാനുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്, ചോയ്സ് നിങ്ങളുടേതാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് നല്ലത്, ഏതാണ്. അപ്പോൾ ഓക്കെ.